കോളേജ് കാലം മുതൽ തുടങ്ങിയ പ്രണയത്തിന് അനുപമയുടെ വിവാഹത്തലേന്ന് ഒളിച്ചോടി വിവാഹിതരായവരാണ് അനുപമയും രാജീവനും. സഹദേവൻ എന്ന പോലീസുകാരനായ രാജീവൻ്റെ സുഹൃത്തായിരുന്നു ഇവരുടെ കല്യാണത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തത്. അതിനുശേഷം ഇരുവർക്കും 2 ഇരട്ട കുട്ടികൾ പിറന്നു. അതിലൊരു കുഞ്ഞിനെ രാജീവന്റെ നിർദ്ദേശപ്രകാരവും മനസ്സോടെ വേണു എന്ന ബിസിനസ്സുകാരനെ ഏൽപ്പിച്ചു. ഒടുവിൽ തൻ്റെ ഭാര്യയായ അനുപമ ഇത് അറിയുകയും രാജീവനായിട്ട് പിണങ്ങി പിരിയുകയും ചെയ്തു. തുടർന്ന് വേണു എന്ന ബിസിനസ്സുകാരൻ വരികയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ അനുപമ അവിടെ എത്തിയെങ്കിലും തന്നെക്കാളും സ്നേഹമുള്ളൊരു അമ്മ അവനുണ്ടെന്നും അവൻ ഇവിടെ തന്നെ കഴിയട്ടെ, നമ്മളുടെ മകനാണെന്ന് ഞങ്ങൾക്കറിയാലോ, അത് മതിയെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണാം. വർഷങ്ങൾക്ക് ശേഷം ഇരട്ടക്കുട്ടികൾ എവിടെയാണെന്നും അവരുടെ മാതാപിതാക്കൾ എവിടെയാണെന്നും നമുക്ക് നോക്കാം. വർഷങ്ങൾക്ക് ശേഷം വേണു സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കയിലാണ്. തൻ്റെ മരണം സംഭവിക്കുന്നതിന് മുമ്പ് വേണു തൻ്റെ ഭാര്യയായ ദേവിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇത് കേൾക്കുന്ന ഭാര്യ അരികിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. എന്നിരുന്നാലും തൻ്റെ മകനെ ഈ സത്യങ്ങളെല്ലാം അറിയിക്കണമെന്ന് ദേവി തീരുമാനിച്ചു. ഭർത്താവ് മരിച്ച് 1 ആണ്ട് തികയുന്ന ദിവസം ദേവി തൻ്റെ മകനോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. നിനക്കൊരു അച്ഛനും അമ്മയും ഉണ്ടെന്നും ഞങ്ങൾക്ക് നിന്നെ അവർ സ്നേഹത്തോടെ തന്നതാണെന്നും നീ ഞങ്ങളുടെ പൊന്നുമകനാണെന്നും ഒക്കെ അറിയിക്കുകയാണ്. എന്നിരുന്നാലും നിൻ്റെ അച്ഛനെയും അമ്മയും കാണാനായിട്ട് നമുക്ക് പോകണം എന്നും പറയുന്നുണ്ട്. നിനക്കൊരു സഹോദരനുമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദേവി തൻ്റെ മകനെ അവരെ മാതാപിതാക്കളെ കാണിക്കാൻ പോവുകയാണ്. അനുപമയും രാജീവും തൻ്റെ മകനോടൊത്ത് വളരെയധികം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ ഇരട്ടക്കുട്ടികളിൽ ഒരു പുത്രൻ കാണാനായി എത്തി. ഇരുവരെയും അച്ഛനെയും അമ്മയും കാണുന്ന വളരെയധികം ഇമോഷണലായ രംഗങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചത്. തന്നെ തേടിയെത്തിയ മകനെ കാണിക്കാനായി അനുപമ തൻ്റെ അമ്മയുടെയും പെങ്ങളുടെ ഭർത്താവിൻ്റെ അരികിലേക്ക് എത്തി. എല്ലാവർക്കും വിശ്വസിക്കാനാകാതെ നിൽക്കുന്ന രംഗങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചത്. പിന്നീട് സഹദേവൻ്റെ വീടാണ് കാണിക്കുന്നത്. സഹദേവൻ്റെ വീട്ടിൽ സഹദേവൻ 1 വർഷം മുമ്പ് മരിച്ചിരുന്നു. ഇന്ദിര ഇപ്പോൾ പുസ്തക വായനയൊക്കെയായി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. ഒടുവിൽ തൻ്റെ മകൻ തിരികെ അമ്മ ദേവിക്കൊപ്പം പോയി. അമ്മ ദേവിക്ക് മറ്റാരുമില്ല, താനേ ഉള്ളൂ എന്ന ഉറപ്പിലാണ് പോയത്. എപ്പോൾ വേണമെങ്കിലും തൻ്റെ അച്ഛനമ്മമാരെ കാണാനായി മകൻ എത്താമെന്ന് വാക്കും പറഞ്ഞിരുന്നു. തനിക്കിപ്പോൾ 2 അമ്മയും അച്ഛനെയും ഒക്കെ തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്, ഒരു സഹോദരനെയും ഒപ്പം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ആ മകനിപ്പോൾ.